നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വെന്യൂ ആണ്. ഹ്യുണ്ടായുടെ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു മികച്ച SUV വാഹനമാണ്. വെന്യൂയുടെ ഡീസലാണ്, 1.5 മാനുവൽ ട്രാൻസ്മിഷനാണ്. CRDI എൻജിൻ. നമുക്കറിയാം ഈ ഒരു എൻജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. ഈ സെയിം എൻജിൻ തന്നെയാണ് കിയയുടെ സിറോസിലൊക്കെ വന്നിട്ടുള്ളത്. ഒരുപാട് ഓവർ ഫീച്ചറുകൾ ആ ഒരു വാഹനത്തിലുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഡീസൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20.4 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൽ 24 കിലോമീറ്റർ പ്രാക്ടിക്കലി നമുക്ക് മൈലേജ് ലഭിക്കും. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യുണ്ടായുടെ വെന്യൂ 1.5 ഡീസൽ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനാണ്. ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് നൽകിയത് പോപ്പുലർ ഹ്യുണ്ടായി കൂത്താട്ടോളമാണ്. അവർക്ക് ഒരുപാട് നന്ദി. അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വിഷ്ണു, ഒരുപാട് നന്ദി. വിഷ്ണുവിൻ്റെ നമ്പറൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫേഴ്സ് നൽകും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും അതുമാത്രമല്ല നല്ല ഫ്യൂൽ എഫിഷ്യൻസിയുമാണ്. നല്ല സസ്പെൻഷനുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വാഹനത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ഒരു വാഹനം സബ് 4 മീറ്റർ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 4 മീറ്ററിന് താഴത്തേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്ന് ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓവർഹാങ്ങും ബാക്ക് ഓവർഹാങ്ങൊക്കെ ഒരു പ്രപ്പോർഷണേറ്റ് അല്ലാത്ത രീതിയിലാണ് പല വാഹനങ്ങളും ഈ ഒരു സെഗ്മെൻറ്റിൽ ഉള്ളതെങ്കിൽ വെന്യൂലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ട് ഓവർഹാങ്ങും ബാക്ക് ഓവർഹാങ്ങൊക്കെ ഒരു പ്രപ്പോർഷനേറ്റ് ആണ്. നമ്മൾ S+ എന്ന് പറയുന്ന വേരിയൻ്റ് അല്ല ഇത് SX എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേർഷനാണ്. ഇത് ഒരു അപ്ഡേഷൻ വന്നപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിനകത്തെ ഫോഗ് ലാമ്പ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഒരു സിൽവർ എലമെൻറ്റ് സ്കിഡ് പ്ലേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ്. LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകളാണ്. S+ലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഹാലജൻ ആണ്. അപ്പോൾ ഹാലജൻ ആണെങ്കിലും മോശമൊന്നുമല്ല. നല്ല ഫോഗി ആയിട്ടുള്ള കണ്ടീഷനിൽ ഹാലജൻ നല്ല വിസിബിലിറ്റി നമുക്ക് നൽകും. പക്ഷേ ഇവിടെ LED പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളാണ് വന്നിട്ടുള്ളത്. കോർണറിംഗ് ഫെസിലിറ്റിയൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. 16 ഇഞ്ചിൻ്റെ പ്രൊഫൈലുള്ള ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 215/60 R16 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴത്തെ വേരിയൻ്റ് ആയിട്ടുള്ള S+ലേക്ക് വരുമ്പോഴത്തേക്കും 15 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ ട്രാവലൊക്കെ വളരെ മികച്ചത് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഷട്ട് ലൈനൊക്കെ വളരെ പ്രിസൈസ് ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ORVMൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അത് എന്തിനാണ് എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ S+ലും അങ്ങനെ തന്നെയാണ്. 195 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ അതുപോലെ തന്നെ സിൽവർ എലമെൻറ്റ് ഉള്ള ഒരു റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിസിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും നമുക്കതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ ഒരു അലോയ് വീലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും 6 എയർ ബാഗ് ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡാണ്. അതുമാത്രമല്ല ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് എല്ലാ വീലുകളിലും വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് S+ലേക്ക് വരുമ്പോഴത്തേക്കും അതും കൂടെ ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. ഇത് SX ആണ്. S+ൽ ബാക്കിൽ റിയർ വൈപ്പർ ഇല്ല, ഡിഫോഗർ ഇല്ല. പക്ഷേ ഇവിടെ SXലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബാക്കിൽ ഡിഫോഗറും അതുമാത്രമല്ല വൈപ്പറും ഒക്കെ ഉണ്ട്. 350 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത്. 3 സീറ്റിലും ഹെഡ് റെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളാണ്. പിന്നെ അണ്ടർബോഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള അണ്ടർബോഡിയാണ്. എപ്പോഴും നമ്മൾ വാഹനം PDI ചെയ്യുന്ന സമയത്തൊക്കെ അണ്ടർബോഡി നല്ല രീതിക്ക് നോക്കണം. ഇപ്പോൾ ബാക്ക് സൈഡിലെ ഒരു അണ്ടർബോഡിയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹ്യുണ്ടായി വാഹനങ്ങളുടെ സസ്പെൻഷനാണ്. വളരെ മികച്ച സസ്പെൻഷൻ തന്നെയാണ് അവരുടെ എല്ലാ വാഹനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഈ ഒരു വാഹനത്തിൽ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട്. ഒരു സിംഗിൾ പെയിൻ എന്ന് നമുക്ക് പറയാം, പക്ഷേ ഇതിനൊരു പനോരമിക് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനൊന്നും കഴിയില്ല. എന്നാൽ പോലും ഒരു സൺറൂഫ് വേണ്ടവർക്ക് ഒരു സൺറൂഫ് ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അതുമാത്രമല്ല ബ്രേക്ക് ലൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതും LED ബ്രേക്ക് ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷാർക്ക് ഫിൻ ആൻറ്റിനെ നമുക്കവിടെ കാണാൻ കഴിയും. പിന്നെ ഈ റൂഫ് റെയിൽസിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഈ വെൽഡിങ്ങിനെ മറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെൽഡിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ 2 ഷീറ്റിനെ തമ്മിൽ വെൽഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പാടെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊന്നും മറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും എല്ലാ വാഹനങ്ങളിലും അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പില്ലർ കുറച്ച് നാരോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് മാക്സിമം കുറവാണ്. പിന്നെ ബോണറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബോഡി പാനലൊക്കെ വളരെ പ്രിസൈസ് ആണ്. എന്നാൽ പോലും ചെറിയ ചില ഏരിയ കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ
നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ പാനൽ വളരെ കൃത്യമാണ്. പക്ഷേ ഈ ഒരു ഏരിയ, അതായത് ആ വൈപ്പറിൻ്റെ തൊട്ട് താഴെയുള്ള ഏരിയയിലൊക്കെ കുറച്ച് പാനൽ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ പോലും ഡോറിൻ്റെ ഷട്ട് ലൈനൊക്കെ വളരെ പ്രിസൈസ് ആണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹ്യുണ്ടായി വാഹനങ്ങളുടെ ആ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ, എക്സ്പെഷ്യലി ഡീസൽ എഞ്ചിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 1493 cc 4 സിലിണ്ടർ ഇൻലൈൻ DHC എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡോർ നല്ല രീതിക്ക് നമുക്ക് വൈഡായിട്ട് തുറക്കാൻ കഴിയും. 90 ഡിഗ്രി ഒന്നും തുറക്കാൻ കഴിയില്ല, എന്നാൽ പോലും നല്ല രീതിക്ക് തുറക്കാൻ കഴിയുന്ന ഒരു ഡോറാണ്. ഇൻഗ്രസും എഗ്രസും ഒക്കെ വളരെ വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പവർ വിൻഡോയുടെ സ്വിച്ചുകളും കാര്യങ്ങളും മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല S+ എന്ന് പറയുന്ന വേരിയൻറ്റിൽ തന്നെ, അതായത് ഡീസലിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഡീ കട്ട് സ്റ്റിയറിംഗ് നമുക്ക് ഇല്ല. അവിടെ നോർമൽ റൗണ്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്രെറ്റയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കുറച്ച് ഡിജിറ്റലാണ്, നമുക്കറിയാം. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജറുണ്ട്, ഓട്ടോമാറ്റിക് AC ഉണ്ട്. പക്ഷേ ബേസ് വേരിയൻറ്റും കൂടെ ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് S+ൽ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AC കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ സൺ വൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മിറർ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് ശരിക്കും താത്തി വെക്കുമ്പോഴത്തേക്കും ആ മിററിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകണ്ട എന്ന് കരുതിയാണ്. ഗ്ലൗ ബോക്സ് ആഡിക്വേറ്റ് ആണ്, സ്പേസ്. പിന്നെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. നമ്മൾ ക്രെറ്റയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള കീ ഫോബും വന്നിട്ടുണ്ട്. ക്രെറ്റയിലുള്ള ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ഗിയർ നോബ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. സിൽവറിൻ്റെ എലമെൻറ്റ്സ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു AC കൂളിംഗ് ആണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് ക്യാബിൻ കൂളാകുന്നുണ്ട്. പിന്നെ റിയർ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാം റെസ്റ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സ്റ്റോറേജ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ചെറിയ സ്റ്റോറേജ് മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി വളരെ മികച്ചതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോർ ഹാൻഡിൽ സൈഡിലെല്ലാം നമുക്ക് ആ ഒരു സിൽവർ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബാക്കിൽ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 90 ഡിഗ്രി ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. കാരണം ബാക്കിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഒരു 80 ഡിഗ്രി എങ്കിലും തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡോറാണ്. പക്ഷേ 90 ഡിഗ്രി അല്ല. 90 ഡിഗ്രിയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആൾട്രോസിലുണ്ട്. അത് മാത്രമല്ല അതുപോലെ തന്നെ പഞ്ചിലുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള S+ മുതലുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ഒരാൾ മാത്രമായിരിക്കില്ല വാഹനം ഓടിക്കുന്നത്. ചിലപ്പം ഹൈറ്റ് കുറഞ്ഞ ആളുകളും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, ആ ഒരു ടൈപ്പ് സീറ്റുകൾ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബാക്കിലെ ഒരു DLO, ഡേ ലൈറ്റ് ഓപ്പണിങ്, നല്ല രീതിക്ക് വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ്. ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്രെറ്റയിൽ പോലും 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ബാക്കിൽ AC വെൻറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നീ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡിക്വേറ്റ് ആണ്. ഞാൻ ഓൾമോസ്റ്റ് 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ക്വാളിറ്റി മികച്ചതാണ്, ഞാൻ എടുത്തു പറഞ്ഞു. അത് മാത്രമല്ല മൊത്തത്തിൽ ഒരു ആംബിയൻസ്, ഒരു ക്യാബിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ വൈറ്റും ബ്ലാക്കും കൂടി ചേർന്നതുകൊണ്ട് തന്നെ നല്ല ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൽ ഇരുന്നാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല രീതിക്ക് കാണാൻ കഴിയും വാഹനം ഓടിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 350 ലിറ്റർ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഒരു വാഹനത്തിനുണ്ട്. 45 ലിറ്ററാണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. K2 പ്ലാറ്റ്ഫോമാണ്. അതാണ് എടുത്ത് പറയേണ്ടത്. സിറോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും K2 പ്ലാറ്റ്ഫോമാണ്. സിറോസ് K1 പ്ലാറ്റ്ഫോമിൻ്റെ മോഡിഫിക്കേഷനാണ്. പക്ഷേ ഇവിടെ K2 പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീല് ഒന്നും നമുക്കില്ല. അത് സ്പെയർ വീല് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ സ്റ്റീൽ വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. 15 ഇഞ്ചിൻ്റെ വീലുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ S+ലും ഈ ഒരു 15 ഇഞ്ചാണ്. പക്ഷേ SX വരുമ്പോഴത്തേക്കും 16 ഇഞ്ച് പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. 0 to 100 എടുക്കാനായിട്ട് ഈ ഒരു വാഹനത്തിന് 12.87 സെക്കൻഡ്സ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു എഞ്ചിനെ കുറിച്ച് നമുക്കറിയാം. 1.5 U2 CRDI എന്നാണ് ഈ ഒരു എഞ്ചിൻ്റെ പേര്. 1493 cc 4 സിലിണ്ടർ ഇൻലൈൻ DHC എഞ്ചിനാണ്. 115 bhp പവറും 100
125 അല്ല 250 NM ടോർക്കുമാണ് ഉള്ളത്. 115 BHP പവർ എന്ന് പറയുന്നത് 4000 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. 250 NM ടോർക്ക് എന്ന് പറയുന്നത് 1500 ടു 2000 RPMലാണ്. നമുക്കിനി ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ബേ തുറന്ന് നോക്കിയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ചില വാഹനങ്ങളൊക്കെ വളരെ ക്ലംസി ആയിട്ട് തിങ്ങി നിറഞ്ഞ്, അതായത് ഒരു മെക്കാനിക്കിന് എന്തെങ്കിലും ഒരു വർക്ക് എടുക്കാനുള്ളൊരു സ്പേസ് പോലും ഇല്ലാത്ത രീതിയിൽ അതിനകത്ത് എഞ്ചിൻ ബേക്കകത്ത് എഞ്ചിൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച പോലെ അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വാഹനത്തിൽ എങ്ങനെയാണ് എഞ്ചിനകത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ബേക്കകത്ത് എഞ്ചിൻ എങ്ങനെയാണ് പ്ലേസ് അല്ലെങ്കിൽ എഞ്ചിൻ മൗണ്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് കാണാം. വളരെ മികച്ച ഒരു പാഡ് ഈ ഫീൽഡിൻ്റെ സമീപത്ത് നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപൂർവങ്ങളായിട്ടുള്ള കാഴ്ച എന്നൊന്നും പറയില്ല. കേരളത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. വളരെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന കാഴ്ചകളാണ്. പക്ഷേ നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എഞ്ചിൻ ബേ തുറന്ന സമയത്ത് യാതൊരുവിധ ക്ലാഡിങ്ങും കൊടുത്തിട്ടില്ല, ഇൻസുലേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രമേൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് 1.5 1493 cc 4 സിലിണ്ടർ ഇൻലൈൻ DOHC എന്ന് പറയുന്ന ഈ ഒരു എഞ്ചിൻ. 115 BHP പവറുണ്ട്. അത് 4000 RPMൽ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ക്യാബിനിൽ അത്യാവശ്യം ഇൻസുലേഷനൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എഞ്ചിൻ ബേ തുറക്കുമ്പോൾ ബോണറ്റിൻ്റെ മുകളിൽ ഇൻസുലേഷനോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അത് അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 NM ടോർക്ക് 1500 RPM കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് 1500 ടു 2000 RPMൽ ഈ ഒരു നല്ല പീക്ക് ടോർക്ക് നമുക്ക് ജനറേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. 115 BHP പവറുണ്ട്. അത് 4000 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. 3995 മില്ലിമീറ്ററാണ് ലെങ്ത്ത്, 1770 മില്ലിമീറ്റർ വിഡ്ത്തും 1617 മില്ലിമീറ്റർ ഹൈറ്റും ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ പറഞ്ഞതാണ് 195 മില്ലിമീറ്ററാണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 2500 മില്ലിമീറ്ററാണ്. അപ്പോൾ സിറോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 50 മില്ലിമീറ്റർ മാത്രമാണ് വീൽ ബേസിൻ്റെ കാര്യത്തിൽ കുറവുള്ളത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു ലുക്ക്. ഇതിപ്പോഴും ഒരു ഔട്ട്ഡേറ്റഡ് വാഹനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് തന്നെയാണ്. അത് മാത്രമല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. കാരണം ഇതൊരു ഡീസൽ എഞ്ചിനാണോ എന്ന് നമുക്ക് തോന്നത്തില്ല. അത്തരത്തിൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമ്മുടെ സെൽറ്റോസിലും അതുപോലെ തന്നെ ക്രെറ്റയിലും ഒക്കെ കാണുന്ന ആ ഒരു സെയിം എഞ്ചിൻ. തീർച്ചയായിട്ടും ഒരു 13 ലക്ഷത്തിനുള്ളിൽ ഒരു ഡീസൽ വാഹനം നോക്കുന്ന ആളുകൾക്ക് വെന്യൂ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സ് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.